വെൽക്കം ടു ഹാഷ് ജംഗ്ഷൻ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മണി ട്രാൻസ്ഫർ മെത്തേഡ്സിനെ കുറിച്ചായിരുന്നു. എന്തൊക്കെയാണ് NEFT, RTGS, IMPS, UPI ഇത് തമ്മിലുള്ള വ്യത്യാസമെന്നും ഇതുകൂടാതെ ഓരോന്നിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മുകളിലുള്ള ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് അത് കാണാം. പിന്നെ അതിന് മുന്നിലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു. അതിൽ ഓരോ അക്കൗണ്ടും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും പിന്നെ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ്സിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ, പെർട്ടിക്കുലർലി കേരളത്തിൽ തന്നെ NRIസും നോൺ NRIസും ഒക്കെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഒരുപാടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഫിക്സഡ് ഡെപ്പോസിറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒന്നായതുകൊണ്ട്, പിന്നെ റിലേറ്റീവ്ലി വളരെ സേഫ് ആണ്, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ ആണെന്നുള്ളൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ്, ഒരു സേവിങ്സ് മെത്തേഡാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും, എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി അത് കാണാനും സാധിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലായാലും ശരി, ഫേസ്ബുക്കിലായാലും ശരി, നിങ്ങൾക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണെന്നൊക്കെ അറിയാമായിരിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട്, നിങ്ങളൊരു പെർട്ടിക്കുലർ എമൗണ്ട് ബാങ്കിൽ പോയിട്ട് ഒരു ഫിക്സഡ് ടേമിലത്തേക്കും, ചിലപ്പോൾ ഒരു 2 വർഷത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തിലേക്കോ അല്ലെങ്കിൽ 6 മാസത്തിലേക്കോ വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അതിന് നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു. ഇതാണ് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് യഥാർത്ഥത്തിൽ വൺസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണഗതിയിൽ അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് പെനാൽറ്റി ഒക്കെ കൊടുക്കേണ്ടി വരും. സാധാരണ ഇങ്ങനെ തന്നെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് വർക്ക് ചെയ്യുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് സാധാരണ ടേം ഡെപ്പോസിറ്റ് എന്ന് കൂടി പറയാറുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫിക്സഡ് ടേമിലത്തേക്കാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ മിനിമം 7 ദിവസം മുതൽ ഒരു 10 വർഷം വരെയുള്ള ടെനറിലത്തേക്ക് നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഫിക്സ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റിന് നിങ്ങൾക്ക് ബാങ്ക് ഓഫർ ചെയ്യുന്നത്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇമീഡിയറ്റ്ലി ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പെനാൽറ്റി അതിന് കൊടുക്കേണ്ടി വരും ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന്. അങ്ങനെയാണ് സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്നൊരു ലോൺ എടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ലോൺ വർക്ക് ചെയ്യുന്നത്? ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഒരു 90% ബാങ്ക് നിങ്ങൾക്ക് ഒരു ഓവർ ഡ്രാഫ്റ്റ് പോലെ തരികയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു എക്സ്ട്രാ 2% ആയിരിക്കും അവർ ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ഗ്യാരണ്ടി ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിന് ലോൺ തരുന്നത്. ഇങ്ങനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിന് ലോൺ വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ടേം ഡെപ്പോസിറ്റ് എന്ന് സാധാരണ പറയാറുണ്ടെന്ന്. ടേം ഡെപ്പോസിറ്റിന് താഴെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ തന്നെ വേറൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. അത് വേറെ ഒന്നുമല്ല, അത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. എന്താണ് റെക്കറിംഗ് ഡെപ്പോസിറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഞാൻ പറഞ്ഞു ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഒറ്റ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫിക്സഡ് ടെനറിലത്തേക്ക്. പക്ഷേ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മന്ത്ലിയോ ക്വാർട്ടർലിയോ അല്ലെങ്കിൽ 6 മന്ത്സിലത്തേക്കോ നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ഒരു റെഗുലർ ഫ്രീക്വൻസിയിൽ നിങ്ങളൊരു ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ വലിയ എമൗണ്ട് എല്ലാ മാസമോ അല്ലെങ്കിൽ ഏത് ടെനറാണോ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നത് ആ പീരീഡ് ഫ്രീക്വൻസിയിൽ നിങ്ങൾ അടയ്ക്കാമെന്ന് പറയുന്നു. ഓരോ മന്തിലും അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആഡ് ചെയ്ത് പോയി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ടെനറിൽ നിങ്ങൾക്ക് ഒരു വലിയ എമൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടുന്നു. ഇതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ. മിനിമം 1000 rupees വെച്ചിട്ട് നിങ്ങൾക്ക് സാധാരണ റെക്കറിംഗ് ഡെപ്പോസിറ്റ് മന്ത്ലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 1000 അല്ലെങ്കിൽ പിന്നെ അത് കൂടാതെ അതിന് എബോ ആയിട്ട് എത്ര വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 100ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് സാധാരണ ബാങ്ക് നിങ്ങൾക്ക് ഓഫർ ചെയ്യാറുള്ളത്. ഇപ്പോൾ 1200, 1300 അല്ലെങ്കിൽ 2300 അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ 100ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എത്ര വേണമെങ്കിലും പിന്നെ നിങ്ങൾ എമൗണ്ട് കൂട്ടി നിങ്ങൾക്ക് പേ ചെയ്തുകൊണ്ടിരിക്കാം. അത് ഫിക്സ് ചെയ്യുന്ന എമൗണ്ട് തന്നെയാണ് സെയിം ത്രൂ ഔട്ട് ഇയർ നിങ്ങൾ പേ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇയർ അല്ലെങ്കിൽ 2 ഇയർ എത്രയാണോ നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ആ ടേമിലത്തേക്കാണ് നിങ്ങൾ റെക്കറിംഗ് ഡെപ്പോസിറ്റ് വേണ്ടി പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. ഇനി റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ നമ്മൾ സാധാരണ റെഗുലർ ആയിട്ട് പേ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ റെഗുലർ ആയിട്ട് പേ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ അക്യുമുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ
ഈ ടെനർ എത്രയാണോ നിങ്ങൾ ആദ്യമേ ഫിക്സ് ചെയ്യുന്ന ടേം, ആ ടേമിൽ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടുന്നു. ഫിക്സഡ് ഡിപ്പോസിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾ ബാങ്കിന്റെ അടുത്ത് പറയുന്നത് പോലെ തന്നെ എൻഡ് ഓഫ് ദി ടെനർ നിങ്ങൾക്ക് ഒരുമിച്ച് തിരിച്ചു കിട്ടും. അല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഇൻട്രസ്റ്റ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലി 3 മന്ത്സിലോ അല്ലെങ്കിൽ 6 മന്ത്സിലോ ആ ഇൻട്രസ്റ്റ് റേറ്റ് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ അനുവലി വിഡ്രോ ചെയ്യാം. അത് ആദ്യമേ തന്നെ ബാങ്കിന്റെ അടുത്ത് എങ്ങനെയാണോ നിങ്ങൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അപ്ലൈ ചെയ്യാൻ നേരത്ത് നിങ്ങൾ പറയുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് 2 ടൈപ്പാണ് ഉള്ളത്. ക്യുമുലേറ്റീവ് ഫിക്സഡ് ഡിപ്പോസിറ്റും നോൺ ക്യുമുലേറ്റീവ് ഫിക്സഡ് ഡിപ്പോസിറ്റും. എന്താണ് ക്യുമുലേറ്റീവ് ഫിക്സഡ് ഡിപ്പോസിറ്റ്? ക്യുമുലേറ്റീവ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ഒന്നും തന്നെ ഇടയ്ക്ക് വിഡ്രോ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എല്ലാം തന്നെ കോമ്പൗണ്ടഡ് ആയിട്ട് അവസാനം നിങ്ങളുടെ എത്ര വർഷമാണോ ഫിക്സഡ് ഡിപ്പോസിറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മെച്യൂരിറ്റി വാല്യൂവിൽ എല്ലാം കൂടെ ചേർത്തിട്ട് വലിയ എമൗണ്ട് കിട്ടും. ക്യാപിറ്റലും ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കൂടെ ചേർത്ത് കിട്ടും. പക്ഷേ നോൺ ക്യുമുലേറ്റീവ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒരാൾ ഓപ്റ്റ് ചെയ്യാണ് ഇടയ്ക്കിടയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലിയോ ക്വാർട്ടർലിയോ 6 മാസം കൂടുമ്പോഴോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കാം. ഇതിനെയാണ് നോൺ ക്യുമുലേറ്റീവ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ആ വിഡ്രോവൽ, അത് ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് അനുസരിച്ച് അത് തരംതിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. പിന്നെ റെഗുലർ ആയിട്ട് ഒരു ഇൻകം വേണ്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നോൺ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ഓപ്റ്റ് ചെയ്യാം. സീനിയർ സിറ്റിസൺസിനാണെങ്കിൽ സാധാരണ ഫിക്സഡ് ഡിപ്പോസിറ്റിനേക്കാളും ഒരു 0.6%, 0.65% കൂടുതൽ കിട്ടാറുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ സീനിയർ സിറ്റിസൺസ് ആരെങ്കിലും, സീനിയർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ 60 വയസ്സിന് മുകളിൽ ഒരാളാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർക്ക് സാധാരണ ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും 0.65% വരെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിട്ട് കിട്ടാറുണ്ട്. ഇതാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് സാധാരണ ഇതിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് സീനിയർ സിറ്റിസൺസിന് കൊടുക്കാറുള്ളതെന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ ആണ്. നമ്മൾ നേരത്തെ സേവിങ്സ് അക്കൗണ്ട് ഡിസ്കസ് ചെയ്തപ്പോഴും NRI അക്കൗണ്ട് ഡിസ്കസ് ചെയ്തപ്പോഴും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിന്റെ ടാക്സ് കാൽക്കുലേഷൻ വരുന്നത്. അന്ന് പറഞ്ഞു സാധാരണ സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾ ഇടുന്ന പൈസയ്ക്കല്ല ടാക്സ് വരുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റിനാണ് ടാക്സ് TDS ആയിട്ട് ഡിഡക്ട് ചെയ്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിങ്ങൾ ഇടുന്ന പൈസയ്ക്ക് ടാക്സ് ഡിഡക്ട് ചെയ്തതെന്ന്. സാധാരണ നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇടുന്ന പൈസയ്ക്ക് ടാക്സ് ഡിഡക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇടുന്ന പൈസ അതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് 10,000 രൂപയിൽ കൂടുതലാണ് ഒരു വർഷം വരുന്നതെങ്കിൽ ബാങ്ക് 10% ആണ് ഡിഡക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 10,000-ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവർ ഫ്ലാറ്റ് ആയിട്ട് 10% ഡിഡക്ട് ചെയ്യും. പക്ഷേ നിങ്ങളുടെ ആനുവൽ ടോട്ടൽ ഇൻകം ലിമിറ്റ്, സപ്പോസ് നിങ്ങൾ ഇൻകം ഏൺ ചെയ്യുന്നത് ഉദാഹരണത്തിന് 10 ലക്ഷത്തിന് മുകളിലാണെന്ന് വിചാരിക്കുക ഒരു വർഷം. 10 ലക്ഷത്തിന് മുകളിലാണ് നിങ്ങളുടെ ടാക്സബിൾ ഇൻകം എങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ വരുന്ന ടാക്സ് സ്ലാബ് 30% ആണ് വരുന്നത്. പക്ഷെ നിങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഓൾറെഡി ബാങ്ക് 10% മാത്രമേ ഡിഡക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് നിങ്ങളൊരു ഇൻകം ആയിട്ട് കണക്കാക്കിയതിനു ശേഷം ഇതിന് ബാക്കി ടാക്സ് കൂടെ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി വേറൊരു സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. സപ്പോസ് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടാത്ത ഒരു ബ്രാക്കറ്റിലാണ് വരുന്നത് വിചാരിക്കുക. നിങ്ങളുടെ ഇൻകം 2.5 ലക്ഷമൊക്കെ ഉള്ളൂ, നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടാത്ത ഒരു ബ്രാക്കറ്റിലാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ ഇട്ട പൈസയ്ക്ക് ഓൾറെഡി ബാങ്ക് ടാക്സ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞു, 10% ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഡക്ട് ചെയ്ത ടാക്സ് നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്തതിനു ശേഷം ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ടാക്സ് ഇംപ്ലിക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഓൾറെഡി ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ആളാണെങ്കിൽ ആ ടാക്സബിൾ ഇൻകത്തിൽ ഇതിന്റെ ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ടാക്സ് പേ ചെയ്യാൻ. അതല്ല നിങ്ങൾ ടാക്സബിൾ ഇൻകത്തിൽ വരാത്ത ആളാണ്, ബാങ്ക് ഓൾറെഡി ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു റിട്ടേൺ ഫയൽ ചെയ്ത് ക്ലെയിം ചെയ്യാനും പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ടാക്സ് എസംഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാധാരണ ഒരു ടാക്സ് സേവിംഗ് ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 5 ഇയേഴ്സിലത്തേക്കുള്ള ഒരു ടെനറിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. ഇതിന് നിങ്ങൾക്ക് 80CA അനുസരിച്ച് ടാക്സ് എസംഷൻ കിട്ടും. അപ്പൊ ഇതിന് മാക്സിമം നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നത് 1.5 lakhs ആണ്. 1.5 lakhs ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം സ്ലാബിന് നിങ്ങൾക്ക് എക്സംഷൻ കിട്ടുകയും ഇത് ഒരു സോഴ്സ് ആയിട്ട് കാണിക്കുകയും ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ടാക്സിന്റെ കാര്യത്തിൽ പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പാൻ കാർഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ 10%-ന് പകരം 20% ആണ് നിങ്ങളുടെ ടാക്സ് ആയിട്ട് ഡിഡക്ട് ചെയ്യാൻ പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പണ്ടൊക്കെ ഒരു
ജനറൽ ആയിട്ടൊരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു, എല്ലാം ധരിച്ചു വെച്ചിരുന്നത് പല പല ബാങ്കുകളിലും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാൽ അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 10,000-ന് മുകളിൽ പോകില്ല, അപ്പോൾ അവർ ടോട്ടലി ഡിഡക്റ്റ് ചെയ്യില്ലെന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ലിങ്ക് ചെയ്തിരിക്കുന്ന പാൻ കാർഡിലായതുകൊണ്ട് തന്നെ 10,000-ൽ കൂടുതലാണ് ക്യുമുലേറ്റീവ് ആയിട്ട് വരികയാണ്. നിങ്ങൾ പല ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നത് ഒരുമിച്ച് 10,000 വന്നു കഴിഞ്ഞാൽ പോലും ടാക്സ് നേരത്തെ പറഞ്ഞ അതേ ഇതിൽ തന്നെ ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ഹൗസിന്റെ പേരിലോ ഇപ്പോൾ വൈഫിന്റെയോ ഹസ്ബൻഡിന്റെയോ പേരിലോ അല്ലെങ്കിൽ കുട്ടിയുടെ പേരിലോ ഇട്ടാൽ എങ്ങനെയാണ് അതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ? സ്പ്ലിറ്റ് ചെയ്തിട്ടാൽ അത് ഓൺ ഇൻകം ആയിട്ട് കണക്കാക്കിയിട്ട്, അതായത് നിങ്ങളുടെ ഇൻകം ഏൺ ചെയ്യുന്ന ആളുടെ സോഴ്സ് ഇൻകം ആയിട്ട് കണക്കാക്കിയതിനു ശേഷം അതിൻ്റെതും ടാക്സ് കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത് NRI ഫിക്സഡ് ഡിപ്പോസിറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. NRIസിനുള്ള ഓപ്ഷൻസ്. NRIസിന് മേജർലി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അവർക്ക് സാധാരണ സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലിങ്കിൽ പോയി കാണാം. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ NRIസിന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബാങ്ക് അക്കൗണ്ട്സ് ഏതൊക്കെയെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. NRI അക്കൗണ്ട്സ്, NRO, FCNR ഇതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റും അതുപോലെ തന്നെ NRI FD ഉണ്ട്, NRO FD ഉണ്ട്, FCNR FD ഉണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ അന്ന് നമ്മൾ കണ്ടതുപോലെ NRO എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യയിൽ ഇൻകം ഏൺ ചെയ്യുന്നത്, അത് ഇന്ത്യയിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അത് ടാക്സബിൾ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് NRO FD ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അത് ടാക്സബിൾ ആണെന്ന് മാത്രമല്ല, സാധാരണ ഇന്ത്യയിൽ ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുന്ന FDയെക്കാളും നിങ്ങൾ കൂടുതൽ പേ ചെയ്യേണ്ടതുണ്ട്. അത് 30% ആണ് അതിന് നിങ്ങൾ ടാക്സ് ഇൻട്രസ്റ്റിന് വേണ്ടി കൊടുക്കേണ്ടി വരിക. പക്ഷെ നിങ്ങളുടെ NRI FD ആണെങ്കിൽ അത് ഒരിക്കലും ടാക്സിന് വിധേയമല്ല, അതിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതില്ല ആ ഇൻട്രസ്റ്റിന്. FCNRും അതുപോലെ തന്നെയാണ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ്, NRI FD ആണെങ്കിൽ അത് ഫുള്ളി റീപാട്രിയബിൾ ആണ്. നിങ്ങൾ ഏത് കറൻസിയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നിങ്ങൾക്ക് അത് റീപാട്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതാണ് NRI FD, FCNR അതുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊരു NRI സ്റ്റാറ്റസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ NRI FD ആണ് യഥാർത്ഥത്തിൽ ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. NRO ആണെങ്കിൽ ഞാൻ കണ്ടു നോർമലി കൊടുക്കുന്നതിനേക്കാളും 20% അധികമായിട്ട് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇത്രയുമാണ് NRIസിനുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനി എങ്ങനെയാണ് സാധാരണ നിങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാൻ പറ്റുക? മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ പോയി വിസിറ്റ് ചെയ്ത് അവിടെ നിങ്ങൾ പൈസയൊക്കെ ഇട്ടതിന് ശേഷം അവർ നിങ്ങൾക്കൊരു റെസീപ്റ്റ് ഒക്കെ തരും, ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീപ്റ്റ് തരും, എത്രയാണ് ഇതിന്റെ മെച്യൂരിറ്റി എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് സാധാരണ വർക്ക് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഓൾറെഡി നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ആ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി വഴി തന്നെ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റും റെക്കറിംഗ് ഡെപ്പോസിറ്റും വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇമീഡിയറ്റ് ആയിട്ട് എത്ര എമൗണ്ട് വേണമെങ്കിലും ഒരു ഫിക്സഡ് ടെനറിലേക്ക് നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് അപ്ലൈ ചെയ്യാം, വളരെ എളുപ്പത്തിൽ നെറ്റ് ബാങ്കിങ് വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. റെക്കറിംഗ് ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് പല എമൗണ്ടിൽ വേണമെങ്കിലും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. ഇനി സാധാരണ ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകാറുണ്ട്. സപ്പോസ് നിങ്ങളൊരു വലിയ എമൗണ്ട് നിങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ലോങ് ടേമിലേക്ക് ഇടണം, പക്ഷേ ഇടയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എമൗണ്ട്സ് പല പല ടെനറിലേക്ക് വേണമെങ്കിൽ ഇടാം. കുറച്ച് എമൗണ്ട്സ് സപ്പോസ് ഒരു 2 ഇയേഴ്സിലേക്ക്, കുറച്ച് 3 ഇയേഴ്സ്, കുറച്ച് 4 ഇയേഴ്സിലേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പല പല FD ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഓപ്പൺ ചെയ്യണം ഒരു ബാങ്കിൽ. പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് ഇല്ലെങ്കിൽ കൂടി ഒരു ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്കൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് തരാം. ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് തരുന്ന സമയത്ത് നിങ്ങളുടെ KYC ഡോക്യുമെന്റ്സ്, സാധാരണ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഡോക്യുമെന്റ്സ് ചോദിക്കാറുള്ളത് പോലെ തന്നെ അഡ്രസ് പ്രൂഫ്, ഫോട്ടോഗ്രാഫും ഒക്കെ കൊടുക്കണമെന്ന് മാത്രം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് സേവിങ്സ് അക്കൗണ്ട് ഇല്ലെങ്കിൽ കൂടി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടായിരിക്കും ഫിക്സഡ് ഡിപ്പോസിറ്റിൽ അധികമായിട്ട് ആൾക്കാർ കൂടുതൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു റീസൺ എന്ന് പറയുന്നത് സേഫ്റ്റി ഓർത്തിട്ടായിരിക്കാം. ഇത് വളരെ സേഫ് ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണെന്നുള്ളൊരു ധാരണ, ഇതൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ. അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള മ്യൂച്വൽ ഫണ്ട് പോലെ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് പോലെയുള്ള ഓപ്ഷൻ ഉള്ളപ്പോഴും ആൾക്കാർ ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് എടുത്തത്. പിന്നെ ഷെയർ മാർക്കറ്റ് പോലെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള അത്ര റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാർ കൂടുതലായിട്ടും ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്കാണ് പോകാറുള്ളത്. പക്ഷേ സേഫ്റ്റി ആസ്പെക്ട് പറയുമ്പോൾ മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടീഡ് കോർപ്പറേഷനെ കുറിച്ച്. അതായത് നിങ്ങളൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് മാക്സിമം കിട്ടുന്ന ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 1 lakh ഉള്ളൂ. ആ ബാങ്ക് എന്തെങ്കിലും കാരണവശാൽ കൊളാപ്സ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എത്ര ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മാക്സിമം കിട്ടുന്നത് 1 lakh ഉള്ളൂ. അതായത് ആ സേഫ്റ്റി ആസ്പെക്ട് പറയുമ്പോൾ നമുക്ക് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ വീഡിയോ കാണാം. എങ്ങനെയാണ് സാധാരണ ആ ഇൻഷുറൻസ് കവർ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അതിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സാധാരണ നിങ്ങൾ ഏതിലാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്? ഫിക്സഡ് ഡിപ്പോസിറ്റിലാണോ, മ്യൂച്വൽ ഫണ്ടിലാണോ, അതോ സ്റ്റോക്ക് മാർക്കറ്റിലാണോ, അതോ റിയൽ എസ്റ്റേറ്റിലാണോ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്? നിങ്ങൾ ഏതിലാണ് ഡെപ്പോസിറ്റ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് താഴെ കമന്റ് ആയിട്ട് ഇടുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, ഇമീഡിയറ്റ്ലി അത് കാണാൻ സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.